ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. യെസ്, അപ്പൊ അൻപാന എല്ലാ സൂര്യ ഫാൻസുക്കും വണക്കം. കുറെ നാളായി നമ്മുടെ സൂര്യ അണ്ണന്റെ പാട്ടും വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോ നമ്മുടെ എന്താ പറയാ റെട്രോ സിനിമയിലെ സെക്കൻഡ് സിംഗിൾ ഇപ്പൊ ഇറക്കിയിട്ടുണ്ട്. കനിമ എന്നാണ് പാട്ടിന്റെ പേര്. കാർത്തിക് സുബ്ബരാജ് പടമാണ്. അപ്പോൾ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു പടം തന്നെയാണ്, നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന പടം. അപ്പൊ അതിന്റെ സെക്കൻഡ് സിംഗിൾ നമുക്ക് കേട്ടാലോ? യെസ്, കാണാം. യെസ്. காட்டுமல்லி அம்மா கனகமல்லி கும்மா பாச்சமல்லி என் கனிமா ഇതിനൊരു പേര് പോലെ തന്നെ ഒരു പഴയൊരു റെട്രോ பட வச்சான் ஆள விழ வச்சானே மாப்ள போலாம் இருமச்சான் ஆட வர வச்சானே உன்னத்தான் மயிலாட்டம் இருக்கா மலக்கூடை കല്യാണമായി பாரா பூவாரா கைசீரா என் வீரா என் நெத்தி இல்ல நெல்லா வட்டம் வச்சவனோ சுறா வட்டம் ஒட்டு மொத்த தென் மாவட்டம் ஓசை கட்டி வந்து நிக்கட்டும் பங்கே ஆத்தி சந்தன கட்ட ஆட்டம் பம்பரம் கட்ட பாத்தா வச்சிட்டு பட்டாசே பல்லாட நம்ம ராஜா வெள்ளாட ரிண்டா நம்மோட ஹே ஹே கபடி போறா கனிமா மல்லி மயிலாட்டம் இருக்கா மலக்கூடை மாமனுக்கா ஏ பாரா பூவாரா கைசீரா ஏ மாறா ஏ நெத்தி இல்ல நெல்லா வட்டம் வச்சவனோ சுறா வட்டம் ஒட்டு மொத்த தென் மாவட்டம் ஓசை கட்டி வந்து நிக்கட்டும் ஆச்சி சந்தன கட்ட ஆட்டம் பம்பரம் கட்ட பாத்தா வச்சிட்டு பட்டாசே நம்மோட ஹே ஹே என்ன അപ്പോ അതാണ് കനിമ. ഒരു ആ ഒരു രീതിയിലുള്ള പണ്ടത്തെ ഈ മറ്റേ കല്യാണ തലേന്ന് ഈ കല്യാണ പുര അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പറയാ, എനിക്ക് കിട്ടുന്നില്ല. ഈ കല്യാണ വീടുകളുണ്ടല്ലോ, കല്യാണ മണ്ഡപമല്ല, കല്യാണ വീട്,
കല്യാണ വീടിന്റെ പന്തലിന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഉള്ള മൊത്തം ഒരു ആൾക്കാരോണ്ട് ഒരു വൈബാണല്ലോ. അതിലിപ്പോ എനിക്ക് പൂജ ഹെഗ്ഡേന്റെ ഒരു സ്റ്റെപ്സ് മാത്രമേ കുറച്ചും കൂടെ ഒരു ഇപ്പത്തെ ആൾക്കാർ കളിക്കുന്ന പോലത്തെ ഒരു ഫീൽ വന്നുള്ളൂ. സൂര്യൊക്കെ പക്ക ആ ഒരു റിട്രോ ആ ഒരു കാലഘട്ടത്തിലെ ആൾക്കാർ എങ്ങനെയാണോ കളിക്കുക ആ രീതിയിലേക്കാണ് ആ മൂവ്മെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫുൾ ഇങ്ങനെ ടക്ക് 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 ഇറങ്ങുന്നുണ്ട്, ഇങ്ങനെ ഡിങ്ക് ടിക്ക് ഡിങ്ക് ടിങ്ക് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയില് എങ്ങനെയാണോ ആ ഒരു യോജിച്ച സീന് അതിന് ആസ്പദമാക്കിയിട്ടുള്ള ആ പാട്ടാണ് തോന്നുന്നു. അപ്പം അതെ, പിന്നെ ആ പാട്ടിന് ഇങ്ങനെ വലിയ ഒരു ഇതായിട്ടൊന്നും തോന്നിയില്ല, എന്നെങ്കിലും പഴയ റെട്രോ അതാണ് ഇതൊക്കെ വന്നു. പഴയ പാട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അറിയില്ല, നമുക്ക് അതിൽ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ പുതിയ മ്യൂസിക് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ വൈബ് മാറിപ്പോവും. സോ പഴയ ആ ഒരു ഇതിലെ ആ ഒരു ശരിക്കൊരു ഡപ്പാങ്കൂത്ത്, ആ പഴയ മുട്ടും തട്ടും ഒക്കെ വെച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു എനിക്ക് 4 വയസ്സുള്ള സമയത്തുള്ള കാലഘട്ടത്തിലുള്ളതാണ്. അപ്പൊ പിന്നെ അത്രയും പഴക്കമുണ്ടെന്ന് അർത്ഥം. അതെ അതെ അതെ, അത്രയും പഴക്കം കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലസ് അവരുടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പഴയ ഇല്ല ഒരു പോയിന്റ് കൂടെ വെച്ചാൽ അവരുടെ ഡ്രസ്സിങ്ങിന് പഴയ ഈ എന്താ പറയാ ആളുകളുടെ ഈ എനിക്ക് ആ ഡിസ്കോ ഒക്കെ കളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ട് നടുവിൽ ഇതേപോലെ ഒരു സ്ട്രാപ്പ് കൊടുക്കണ ഒരു പരിപാടി, അതെല്ലാം കറക്റ്റ് ആയിട്ട് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ കുറച്ച് നല്ല ഒരു എൻജോയബിൾ പാട്ടാണ് അച്ഛാ. പെട്ടെന്ന് തന്നെ നമുക്കൊരു പാട്ടായിട്ട് ഇതിപ്പോ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ പോലും നമ്മളിപ്പോ സിനിമയില് ആ ഒരു സീനിന് മാച്ച് ആയിരിക്കും വരുന്ന സമയത്ത് മാച്ചിങ് ആയിട്ടുള്ളത് തന്നെ ആയിരിക്കണം. അപ്പൊ എനിവേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പം നമുക്ക് ഇതൊക്കെയാണ് തോന്നിയത്, ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെയാണ്. ചിലപ്പോ ഇനി കേൾക്കുമ്പോ കുറച്ചും കൂടെ വൈബ് തോന്നിക്കുമായിരിക്കും അല്ലേ? അതെ. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ.